ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു NS ക്രാഫ്റ്റ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സോപ്പ് പെട്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഗ്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. ഈ വീഡിയോ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനി ഒട്ടും നേരം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ ഈ ഒരു ഗ്രാഫ്റ്റിന് ഞാൻ ഇതുപോലത്തെ ഒരു സോപ്പ് പെട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും സാധനങ്ങളും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു 3 ഭാഗം കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ മുഴുവനായിട്ടും പശ തേച്ച് കൊടുക്കുകയാണ്. എല്ലാ സൈഡിലും ഇതേപോലെ ഇങ്ങനെ പശ തേച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ ഞാനിത് ഈ ഒരു ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ പിന്നിൽ ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ നല്ല വൃത്തിയിൽ ഒട്ടിച്ചു കൊടുക്കണം. ഈ ഒരു മുകൾ ഭാഗമൊക്കെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കി വെക്കാം. അങ്ങനെ ഇപ്പോൾ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ പേപ്പറും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് പെയിൻറ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിനിവിടെ ബ്രൗൺ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പം ഞാനിത് പെയിൻറ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. എടുക്കുമ്പോൾ കുറച്ച് ഡാർക്ക് കളർ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഇപ്പോൾ ഞാനിത് മുഴുവനായിട്ടും പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ കുറച്ച് കാർഡ്ബോർഡ് പീസ് മുറിക്കണം. ഇതേപോലെ നീളത്തിൽ മുറിച്ചിട്ട് മുകൾ ഭാഗം ഇങ്ങനെ കൂർപ്പിൽ വെട്ടിയാൽ മതി. അത് നമുക്ക് ഇതേപോലെ പശ തേച്ചിട്ട് ഈ ഒരു സോപ്പ് പെട്ടിയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ ഈ സോപ്പ് പെട്ടിയുടെ ബാക്കി 3 സൈഡിലും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ഞാനിപ്പോൾ ഇത് ഈ 3 സൈഡിലും ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ബാക്ക് ഭാഗത്ത് ഒട്ടിച്ചിട്ടില്ല. ഇനി നമുക്ക് ഇതേപോലെ നീളത്തിൽ മുറിച്ച് വെച്ച 2 A4 പീസുകൾ വേണം. അത് നമുക്കിവിടെ ഒട്ടിക്കാനാണ്. അപ്പം ഞാനിപ്പോൾ പശയൊക്കെ വെച്ചിട്ട് ഇത് ഒട്ടിക്കുകയാണ്. ഇതുപോലെ ഇങ്ങനെ അടിഭാഗത്തായിട്ട് വേണം നമ്മളിത് ഒട്ടിക്കാൻ. ഇത് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഈ ഒരു പീസും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ സോപ്പ് പെട്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ നമ്മുടെ ഈ ഒരു ബോക്സിൽ ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഇതേപോലെ ഒരു കാർഡ്ബോർഡ് പീസും കൂടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞാൻ ചുമരിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആരും സോപ്പ് പെട്ടിയൊന്നും കളയരുത്. ഇതുപോലെയൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം. ഇത് നിങ്ങളുടെ ഫാമിലിക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.